repeat it anyway. So we will start with the fourth module. It's about web design. Okay, so origin of the internet. What is my title is from your lesson plan. So origin of the internet. Internet started. Okay, so third module we discussed about the computer networks. Computer network in the it was about interconnecting a number of computers for the sake of sharing the data, sharing the resources, and any kind of data. In the ഏത് രീതിയിലുള്ള എന്തെങ്കിലും ബിറ്റ്വീൻ ഒരു മാസ്റ്റർ ആൻഡ് സ്ലേവ് അല്ലെങ്കിൽ കുറെ ക്ലയൻസ് അവർ തമ്മിലുള്ള ഡാറ്റ റിസോഴ്സസ് വീക്ക് ആയിട്ടുള്ള ഒരു യൂണിറ്റിൽ നിന്നുകൊണ്ട് റിസോഴ്സസ് ഉള്ള ഒരു യൂണിറ്റിലേക്ക് നമ്മൾക്ക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് റിമോട്ട് ലൊക്കേഷനിൽ നിന്ന് ആക്സസ് ചെയ്യുക, ആപ്ലിക്കേഷൻസ് റൺ ചെയ്യുക, റിസൾട്ട് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്. ഓക്കെ, സോ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്തതാണ് നമ്മൾ ഇന്ന് എൻജോയ് ചെയ്യുന്ന ഇന്നത്തെ ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ വെബ് എന്ന് പറയുന്ന ഇന്റർനെറ്റ്. Okay, so until 1990s, accessing information through the internet was highly technical and challenging. 90s വരെ ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു. ഒരു മെഷീനിൽ നിന്ന് എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കോ അല്ലെങ്കിൽ സോഴ്സോ ഇല്ലാതെ ഒരു മെഷീനിൽ നിന്ന് മറ്റൊരു മെഷീനിലേക്ക് ഡാറ്റ ഷെയർ ചെയ്യുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ടി ആയ ഒരു ചലഞ്ചിങ് ആയിരുന്നു. Okay, so it was started in the 1990s by Sir Tim Berners-Lee, okay, a physicist at CERN, developed a solution using hypertext links, allowing easy cross-referencing of documents. സോ ഡാറ്റ ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യം അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഈ മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് പറയുന്ന ടൂൾ. ഓക്കെ, സോ ഹൈപ്പർ ടെക്സ്റ്റ് ലിങ്ക്സ് എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് ഉപയോഗിച്ചായിരുന്നു 90s കമ്പ്യൂട്ടേഴ്സ് നെറ്റ്വർക്കിൽ നിന്ന് ഡാറ്റ ഷെയർ ചെയ്തത്. ഓക്കെ, സോ ഇറ്റ് വാസ് അബൌട്ട് ഷെയറിംഗ് ഡാറ്റ വിത്തിൻ ദ കമ്പ്യൂട്ടർ. ഒരു റൂമിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഡിഫറെന്റ് കമ്പ്യൂട്ടേഴ്സ് അവർ തമ്മിൽ ഡാറ്റ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് 90s ഡെവലപ്പ് ചെയ്ത ഒരു ടെക്നിക്കാണ് ഹൈപ്പർ ടെക്സ്റ്റ് ലിങ്ക്സ് എന്ന് പറയുന്നത്. സോ ത്രൂ ഹൈപ്പർ ടെക്സ്റ്റ് വാസ് നോട്ട് എ ന്യൂ കോൺസെപ്റ്റ്. ബേണേഴ്സ്-ലീസ് HTML അദ്ദേഹത്തിന്റെ ഒരു സ്റ്റാർട്ടിംഗ് ആണ്. HTML എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലാംഗ്വേജ്, ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. HTML എന്ന് പറയുന്നത് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. ഓക്കെ, സോ ഇന്നത്തെയും നമ്മളെ വെബ് പേജിന്റെ ബേസിക് എന്ന് പറയുന്നത് HTML ആണ്. ഓക്കെ, സോ ഹി സക്സീഡഡ് വെദർ അതർ അംബീഷ്യസ് ഹൈപ്പർ ടെക്സ്റ്റ് പ്രൊജക്ട്സ് ഫീൽഡ്. കുറേ റിസർച്ച് ആ സമയത്ത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ഡാറ്റ ഷെയറിങ്ങിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്തിരുന്നു. ബട്ട് ഇദ്ദേഹത്തിന്റെ ടൂളായ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ് സക്സീഡ് ചെയ്തത്. Okay, so just introduction. So his idea was to create an information management system that allowed documents to be linked together using hypertext. ഹൈപ്പർടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു മെത്തഡോളജി ഉപയോഗിച്ച് കമ്പ്യൂട്ടറിൽ നിന്ന് ഡാറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക് ചെയ്യുക, ഒരു മെഷീനിൽ നിന്ന് മറ്റേ മെഷീനിലുള്ള ഡാറ്റ കാണുക, അവിടെ ആക്സസ് ചെയ്യുക, അതായിരുന്നു അദ്ദേഹത്തിന്റെ ഈ മെത്തേഡ്. സോ അതിന് യൂസ് ചെയ്ത മെത്തേഡിന്റെ പേരാണ് ഹൈപ്പർ ടെക്സ്റ്റ്. Okay, so hypertext originally referred to electronic text. Hypertext means electronic text with the cross-referencing links, but now includes any linked objects such as text, images and files. So അദ്ദേഹം അല്ലെങ്കിൽ 90s സ്റ്റാർട്ട് ചെയ്ത ഇന്റർനെറ്റ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് അബൌട്ട് ഷെയറിംഗ് ദ ടെക്സ്റ്റ് ഡാറ്റ. ആ കുറച്ച് ടെക്സ്റ്റ് ഫയൽസ് അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ആൽഫബറ്റ്സ് ആൻഡ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്ന ടെക്സ്റ്റ് മാത്രമുള്ള ഒരു കണ്ടന്റ് ഷെയർ ചെയ്യുക എന്നുള്ളതിന് വേണ്ടി പർപ്പസിന് വേണ്ടി ചെയ്തതായിരുന്നു. ബട്ട് നൗ ഇറ്റ്സ് ഡെവലപ്ഡ് സോ ആസ് ടു വി ആർ ഏബിൾ ടു ഷെയർ ഡാറ്റാസ് ഇൻക്ലൂഡിംഗ് ടെക്സ്റ്റ്, ഇമേജസ്, വീഡിയോസ് ആൻഡ് എനി കൈൻഡ് ഓഫ് ഫയൽസ്. And the HTML became the standard language for describing how text, graphics and files are organized and linked on the web. So the World Wide Web, WWW എന്ന് നമ്മൾ ഇന്ന് പറയുന്നത്, and hypertext markup language have played a crucial role in shaping the modern internet. And it is developed in the late 20th century, transferred how information is shared and accessed globally. And just history, Berners-Lee developed the first web browser 1991-ലാണ് ആദ്യത്തെ വെബ് ബ്രൗസർ ഹൈപ്പർ ടെക്സ്റ്റ് ഉപയോഗിച്ച് ഒരു ബ്രൗസർ ഡെവലപ്പ് ചെയ്തത് ബെർണി എന്ന് പറയുന്ന സയന്റിസ്റ്റ് അല്ലെങ്കിൽ എഞ്ചിനീയറിന്റെ അണ്ടറിലായിരുന്നു. ഇറ്റ് വാസ് വെബ് സെർവർ കോൾഡ് HTTPD എന്ന് പറയുന്ന വെബ് സെർവർ അദ്ദേഹം ഡിസൈൻ ചെയ്തു. ആൻഡ് ഫസ്റ്റ് വെബ് പേജ് വിച്ച് എക്സ്പ്ലെയിൻ ഹൗ ദ വേൾഡ് വൈഡ് വെബ് വർക്ക്ഡ്. സോ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് പ്രൊജക്റ്റ് ആ വെബ് ബ്രൗസർ, ആ പ്രൊജക്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ആദ്യത്തെ വെബ് പേജ് 1991
ബെർലി എന്ന് പറയുന്ന എഞ്ചിനീയറുടെ അണ്ടറിൽ ഒരു പ്രൊജക്ട് ടീം ഡെവലപ്പ് ചെയ്തു. Okay, so the first web page, അതിന്റെ പേര് അവർ കൊടുത്തത് info.cern.ch എന്നുമായിരുന്നു. That went live in 1991 containing basic informations about the project. അവർ ചെയ്ത പ്രൊജക്ട്സിന്റെ ബേസിക് ഡീറ്റെയിൽസ് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ആദ്യത്തെ വെബ് പേജ് ആയ info.cern.ch എന്ന് പറയുന്ന വെബ് പേജ് ഹോസ്റ്റ് ചെയ്തു. ഹോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു. ഹോസ്റ്റ് ചെയ്താൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന വെബ് പേജ് ഒരു തേർഡ് പാർട്ടിക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ വെബ് പേജിനെ ഹോസ്റ്റ് ചെയ്യണം. ഓക്കെ, ആ ഹോസ്റ്റ് ചെയ്ത ആദ്യത്തെ വെബ് പേജ് ആയിരുന്നു 1991 info.cern.ch. ആ വെബ് പേജിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് എന്താണ് ഇന്റർനെറ്റ്, എങ്ങനെയാണ് അവിടെ ഇന്റർനെറ്റ് വർക്ക് ചെയ്യുന്നത് തുടങ്ങിയ ബേസിക് ആയിട്ടുള്ള അവരുടേതായ പ്രൊജക്ട്സിന്റെ ഡീറ്റെയിൽസ് കാണിച്ചുകൊണ്ടായിരുന്നു ഫസ്റ്റ് വെബ് പേജ് വന്നത്. 1993 only around 100 computers in the world saved HTML pages. Okay, and these interlinked pages became known as the World Wide Web. ഇന്നത്തെ WWW എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം ആണ് വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്നത്. Several early web browsers were developed to view these pages. Okay, so അതിനുശേഷം എഞ്ചിനീയേഴ്സിന്റെ അല്ലെങ്കിൽ റിസർച്ചേഴ്സിന്റെ എയിം എന്ന് പറയുന്നത് ഈ വെബ് പേജിനെ എങ്ങനെ നമുക്ക് കാണാൻ പറ്റുമെന്നുള്ളതാണ്. So initially browsers displayed only text. As the popularity of the web grew, programmers developed browsers that could display images along with the text, improving the user experience. Nowadays, now we know what is an Internet Explorer or a web browser. We have experienced different web browsers. Okay, like Chrome, Internet Explorer, Safari, lot more. Kore web browsers ഉണ്ട്. Okay, so that all are ഓരോന്നിനും അതിൻ്റെതായ advantage and disadvantage and user friendly പല കാര്യങ്ങളുണ്ട്. People are free to use any web browser for viewing any web content or web page. So this development led to the rapid growth of the web and the standardization of HTML and XHTML, shaping modern internet usage. So നമ്മുടെ സിലബസിൽ നമുക്ക് ബേസിക് പഠിക്കാൻ പറഞ്ഞിരിക്കുന്നത് HTML and XHTML ആണ്. Okay, so HTMLന്റെ അഡ്വാൻസ്ഡ് എക്സ്റ്റെൻഡഡ് വേർഷൻ ആണ് XHTML എന്ന് പറയുന്നത്. So the term web page is often used, but it does not fully describe the variety of the content. Web page എന്ന് പറയുന്നതിൽ നമുക്കറിയാവുന്നതാണ് ടെക്സ്റ്റ്, ഇമേജ്, ഓഡിയോ, വീഡിയോ ആൻഡ് അതർ മൾട്ടിമീഡിയ എലമെന്റ്സ് ഉണ്ടായിരിക്കും. And the duty or the purpose of the web page or a browser is to interpret the HTML code. So നമ്മൾ കാണുന്ന എന്ത് വെബ് പേജ് ആണെങ്കിലും ഏത് വെബ്സൈറ്റ് ആണെങ്കിലും അത് ആ വെബ്സൈറ്റ് നമ്മൾ കാണുന്നത് പോലെയല്ല അതിന്റെ സോഴ്സ്. അതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമാണ്, ഒരു പ്രോഗ്രാമിംഗ് കോഡാണ്. എവറിഥിങ് ഈസ് ഇൻ പ്രോഗ്രാം. ഓക്കെ, സോ ദ പ്രോഗ്രാമിംഗ് കോഡ് ദാറ്റ് വി ഹാവ് സീൻ ഇറ്റ്സ് വൺസ് ആൻഡ് സീറോസ്. ആ വെബ് പേജ് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന കോഡ്, ആ കോഡിനെ ഡീകോഡ് ചെയ്ത് അതിനെ ഇന്റർപ്രറ്റ് ചെയ്ത് എന്താണ് അതിന്റെ കണ്ടന്റ് എന്ന് വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളതാണ് റോൾ ഓഫ് വെബ് ബ്രൗസർ. സോ വെബ് ബ്രൗസർ ഇല്ലാതെ ഒരു വെബ് കണ്ടന്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വിഷ്വലൈസ് ചെയ്യാൻ പറ്റില്ല വെബ് പേജ്. So HTML is a markup language used to structure web content. എന്താണ് understanding HTML and XHTML? That's also a term mentioned in the lesson plan. That's why I added here. So HTML എന്ന് പറയുന്ന hypertext markup language ആണ് used to structure the web content. ഒരു വെബ്സൈറ്റിന്റെ കണ്ടന്റ് അവര് പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്ന പാറ്റേണിൽ സ്ട്രക്ചർ ചെയ്യുക എന്നുള്ളതാണ് എന്ത് HTML പേജിന്റെ purpose എന്ന് പറയുന്നത്. So that code that defines how text and images should be displayed, such as headings, എങ്ങനെയാണ് ഹെഡിങ് കൊടുക്കേണ്ടത്, പാരഗ്രാഫ്സ് ആയിട്ട് തിരിക്കേണ്ടത് എങ്ങനെയാണ്, ഫോൺസിന്റെ കളേഴ്സ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു ടെക്സ്റ്റിന്റെ അണ്ടറിൽ ഒരു വെബ് മീഡിയ നമ്മൾക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. So we will see watch video. So what we have seen is a button that showing you a text video എന്ന് എഴുതിയിരിക്കുന്നു. Once you click that button, we are able to view the content of that video. So how to link that video source to that button with that label text. Okay, so embedded media, images, videos, etc. So XHTML എന്ന് പറയുന്നത് extensible hypertext markup language ആണ്. It's a structured version of HTML. HTMLന്റെ ടൂൾസ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അതുപോലെ തന്നെ ഉപയോഗിച്ച് അതിനേക്കാളും സ്ട്രിക്ട്ലി ഡിഫൈൻ ചെയ്ത കുറച്ച് അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് കൂടി ആഡ് ചെയ്ത് വരുന്ന ലേറ്റസ്റ്റ് HTML കോഡിംഗ് സിസ്റ്റമാണ് എന്ത്
HTML എന്ന് പറയുന്നത്. Now, എങ്ങനെയാണ് വെബ് കണ്ടന്റ് ഡെലിവറി പ്രോസസ്? You can expect a question from this web content delivery process. നമ്മൾ ഒരു വെബ് പേജ് ആക്സസ് ചെയ്യുമ്പോൾ വാട്ട് ഈസ് ഹാപ്പനിങ് ബിഹൈൻഡ് ദ വെബ് ബ്രൗസർ? ഓക്കെ, സോ നമ്മൾ google.com google.co.in എന്ന് പറയുന്ന വെബ് പേജ് ആക്സസ് ചെയ്യുമ്പോൾ നമ്മൾ ഗോ എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്യുന്നു, അല്ലെങ്കിൽ എൻ്റർ ബട്ടൺ പ്രസ് ചെയ്യുന്നു. ദാറ്റ് ടേക്സ് എ ഫ്യൂ സെക്കൻഡ്സ്, മില്ലി സെക്കൻഡ്സ് ഓർ സെക്കൻഡ്സ്. ആഫ്റ്റർ ദെൻ വി ആർ ഏബിൾ ടു സീ ദ കണ്ടന്റ് ഓഫ് ദ വെബ് പേജ് ഡിസൈൻഡ് ബൈ ദ google.co.in എന്ന് പറയുന്നതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫ്രണ്ട് പേജ് അവർ കോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ കോഡിനെ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നു. റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ആ റിക്വസ്റ്റിന്റെ റെസ്പോൺസ് ആയിട്ട് ആ കോഡിന്റെ കണ്ടന്റ്, ആ HTML മാർക്കപ്പ് ലാംഗ്വേജ് കോഡാണ് നമ്മൾ വെബ് ബ്രൗസറിലേക്ക് വരുന്നത്. വെബ് ബ്രൗസർ നമ്മൾ ഏതിൽ നിന്നാണോ നമ്മൾ കോൾ ചെയ്തിരിക്കുന്നത്, മൊസില്ല, ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, ക്രോം, ഏതിൽ നിന്നാണോ നമ്മൾ ചെയ്യുന്നത്, ആ സോഫ്റ്റ്വെയർ ദാറ്റ് ഈസ് ഏബിൾ ടു display the content of that HTML code. Okay, so accessing a web page involves several background process happening in milliseconds. കുറേ നമ്മൾ അറിയാത്ത കുറേ കാര്യങ്ങൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട്. സോ യൂസേഴ്സ് ഓൺലി സീ ദ ഫൈനൽ റിസൾട്ട്. നമ്മൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നത് ആ വെബ് പേജിൻ്റെ മാർക്കപ്പ് ലാംഗ്വേജിനെ റീസ്ട്രക്ചർ ചെയ്ത് അതിൻ്റെ കണ്ടന്റ് മാത്രമാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. Okay, but it involves the multiple steps between browser and web server. Okay, so there is a term browser, that is the user end, and the web server where we hosted our website. Okay, so data is coming from the web server. ഓരോ സൈറ്റ് ഓണേഴ്സിനും ഒരു വെബ് സെർവർ ഉണ്ടായിരിക്കും. ഒന്നുകിൽ അവരുടേതായ രീതിയിൽ വെബ് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ തേർഡ് പാർട്ടിക്ക് റെന്റലായിട്ട് ഒരു ലൊക്കേഷൻസ്, ഒരു റിസോഴ്സസ്, നമ്മൾ ഒരു സ്പേസ് വാങ്ങിയതിന് ശേഷം, പർച്ചേസ് ചെയ്തതിന് ശേഷം അവിടെ നമ്മുടെ വെബ് പേജ് നമ്മൾ ഡിസൈൻ ചെയ്ത് ഹോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. Okay, so അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു വെബ് സെർവറും നമുക്കുണ്ട്. സോ ഒരു യൂസർ, he or she, he will request some content or a web page with his web browser. Okay, he will type in the domain address and details, etc. Okay, so details will move into a web server that is happening through the internet networks. നമ്മൾ തേർഡ് മൊഡ്യൂളിൽ നമ്മൾ കണ്ടതാണ്. ഡിഫറെൻറ്റ് നോഡ്സ് വഴി ട്രാവൽ ചെയ്ത് അത് വെബ് സെർവറിലെത്തും. ട്രാവൽ ചെയ്ത അതേ പാത്തിൽ വെബ് സെർവറിൽ നിന്ന് ഡാറ്റ യൂസറിലേക്കും വരും. ഓക്കെ, സോ ദ റിക്വസ്റ്റ് ഒറിജിനേറ്റഡ് ഫ്രം ദ യൂസർ വിൽ മൂവ് ഇൻ ടു the web server through different paths on the internet. On response to that requested page content will return to the user through the same path. So whatever that resource code written by the host teams will be available to the user within a few seconds. Okay. സോ സ്റ്റെപ്സ് ഇൻ ദ വെബ് കണ്ടന്റ് റിട്രീവൽ. ഗൂഗിൾ സെർച്ച് നമുക്ക് എല്ലാവർക്കും ഫെമിലർ ആയിട്ടുള്ള ഒരു വെബ് പേജ് ആണ് google.co.in എന്നുള്ളത്. സോ എന്താണ് ഒരു പേജ് സെർച്ച് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആ പേജ് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? സോ ഫ്രം ദ യൂസർ ഇറ്റ് ഷുഡ് ഹാവ് ടു ഇനിഷ്യേറ്റ് ഫ്രം ദ യൂസറിൽ നിന്നാണ് ആ വെബ് ഏതാണോ നമുക്ക് വേണ്ടത് അത് ഇനിഷ്യേറ്റ് ചെയ്യേണ്ടത്. സോ യൂസർ enters this address, either google.co.com, that is feature of browser റിമൈനിങ് ടീം ഓട്ടോമാറ്റിക്കായിട്ട് ഫിൽ ചെയ്തോളും. അതേ കാലങ്ങളിൽ വി ആർ ഫോഴ്സ്ഡ് ടു ടൈപ്പ് http://www.google.com എന്ന് പറയുന്ന ഫുൾ കണ്ടന്റ് നമ്മൾ ടൈപ്പ് ചെയ്യണമായിരുന്നു. നമ്മൾ ഇന്ന് google.com എന്ന് ടൈപ്പ് ചെയ്താൽ ബാക്കിയുള്ളതെല്ലാം ബ്രൗസർ ഫിൽ ചെയ്തിട്ട് സെൻഡ് ചെയ്തോളും. എനിവേ, യു നീഡ് ടു ദ വെബ് സെർവർ വി നീഡ് ടു സെൻഡ് ദിസ് ഫുൾ full field, http://www.siteaddress. whatever the extension. So in the browser you need to type in these details. Then the browser requests the index.html file from google.com. So there is a web page written by the name google.com hosted somewhere. We don't know where it is hosted. ഓക്കെ, അത് ഹോസ്റ്റ് ചെയ്ത ടീമിനെ അറിയോ അത് എവിടെയാണ് ഇന്റർനെറ്റിൽ ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. സോ google.com എന്ന് പറയുന്ന വെബ് പേജ് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ google.com എന്ന് പറയുന്ന റൂട്ട് ആക്കിക്കൊണ്ട് എവിടെയോ ഒരു നെറ്റ്വർക്കിലെ
കുറച്ച് ഡാറ്റ ഇരിപ്പുണ്ട്. അതിലെ ആദ്യത്തെ നമ്മളുടെ ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ ആ ടെക്സ്റ്റ് ബുക്കിന് ഒരു ഇൻഡെക്സ് പേജ് ഉണ്ട്. ആ ഇൻഡെക്സ് പേജ് നോക്കിയിട്ടാണ് നമ്മൾ ഓരോരോ ചാപ്റ്ററും ആ ചാപ്റ്ററിന്റെ ഓരോരോ പോയിന്റും കണ്ടുപിടിക്കുന്നത് ആ ഇൻഡെക്സ് നോക്കിയിട്ടാണ്. So associated with every web page there is a page called index.html. That index.html will have all informations related to that വെബ് പേജ്. ആ വെബ് പേജിൽ എന്തെല്ലാം ഉണ്ട്, എന്തെല്ലാം ഇമേജസ് ഉണ്ട്, എന്തെല്ലാം വീഡിയോസ് ഉണ്ട്, എന്തെല്ലാം ടെക്സ്റ്റ് ഉണ്ട്, എന്തെല്ലാം ബട്ടൺസ് ഉണ്ട്, എന്തെല്ലാം ലേബിൾസ് ഉണ്ട്, എല്ലാറ്റിൻ്റെയും ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു വെബ് പേജ് അത് index.html ആണ്. സോ നമ്മൾ google.com റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ബ്രൗസറിൽ നിന്ന് പോകുമ്പോൾ അത് സെർവറിൽ എത്തുമ്പോൾ ആ സെർവറിൽ അവര് ആദ്യം സെർച്ച് ചെയ്യുന്നത് index.html എന്ന് പറയുന്ന വെബ് പേജ് ആയിരിക്കും. Then the third point, web server looks for index.html, retrieves it and send it to the browser. So നമ്മളെ google.com എന്ന് പറയുന്ന വെബ് സൈറ്റില് കുറേ സോഴ്സുകളുണ്ട്, കുറേ ലിങ്കുകൾ ഉണ്ടായിരിക്കും, വേറെ കുറേ കണ്ടന്റുകൾ ഉണ്ടായിരിക്കും, വീഡിയോസ് ഉണ്ടായിരിക്കും. അതെല്ലാം ഒന്നും നമ്മളിലേക്ക് വരില്ല. ബട്ട് വാട്ട് വി ആർ ഗെറ്റിംഗ് ഈസ് ദ ഇൻഡെക്സ്. ഫസ്റ്റ് പേജ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിന്റെ ഇൻഡെക്സ് വരുന്നത് പോലെ, ദീസ് ആർ മൈ ഐറ്റംസ് എന്ന് കാണിക്കുന്നത് പോലെ index.html എന്താണോ കോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ കോഡിന്റെ കണ്ടന്റ് ആയിരിക്കും വെബ് ബ്രൗസറിലേക്ക് തിരിച്ച് വെബ് സെർവറിൽ നിന്ന് വരിക. ഓക്കെ, സോ ഇറ്റ് വിൽ ഡിസ്പ്ലേ ദ കണ്ടന്റ് ഓഫ് index.html ഇൻ റെസ്പോൺസ് ടു ദ റിക്വസ്റ്റ് www.google.com. So that the browser receives the HTML file, okay, interprets the HTML markup and starts rendering the page. So നമ്മളുടെ വെബ് സെർവറിൽ നിന്ന് വരുന്ന HTML കോഡ് that to inform ones and zeros, ആ ones and zeros എല്ലാം കളക്ട് ചെയ്ത് ആ മാർക്കപ്പ് ലാംഗ്വേജ് അതൊരു വേറൊരു സോഫ്റ്റ്വെയർ ആണ്. ആ സോഫ്റ്റ്വെയർ ആ ടെക്സ്റ്റ് ഡാറ്റയെ റെൻഡർ ചെയ്യും. റെൻഡറിങ് മീൻസ് ട്രാൻസ്ഫോമിംഗ് ദ ടെക്സ്റ്റ് ഡാറ്റ ഇൻ ടു എ വിഷ്വൽ ഡാറ്റ. ഓക്കെ, സോ അതിനാണ് നമ്മൾ വെബ് പേജ് റെൻഡറിങ് എന്ന് പറയുന്നത്. സോ index.html വെബ് സെർവർ റെസ്പോൺസ് കൊടുക്കുമ്പോൾ അത് HTML ബ്രൗസറിലേക്ക് വരും. ബ്രൗസർ അതിനെ റെൻഡർ ചെയ്ത് എന്താണോ അതിന്റെ കണ്ടന്റ് അതിനെ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഓക്കെ, സോ വെൻ ദ ബ്രൗസർ എൻകൗണ്ടേഴ്സ് an image, അവിടെ ഒരു ബ്രൗസറിൽ ഒരു ഇമേജ് ഉണ്ട് എങ്കിൽ that image will be appearing in the browser like this or within this img tag. ഇതിനെ ഓരോന്നിനും ടാഗ് എന്ന് പറയാം. നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുക എന്താണ് ടാഗ്സ് എന്നുള്ളത്. ഹൗ മെനി ഓഫ് യു ആർ ഫെമിലിയർ വിത്ത് HTML ലാംഗ്വേജ്? ആരുല്ലേ? ഓക്കെ. Okay, so in HTML page to show an image, we have to program it by typing img within this angle bracket. So bracket img and close bracket, that is saying the browser that after this you need to show an image. Okay, which image? That is in the other with some programming needed for showing the source of the image. Okay, so this image will be, this is just an example, image will be for showing that Google നമ്മൾ കാണുന്ന ആ ഗൂഗിൾ എന്ന് പറയുന്ന ആ ടെക്സ്റ്റ് പോലെ തോന്നുന്ന അത്, ദാറ്റ് ഇസ് an image. ആ ഇമേജ് index.html കാണിച്ചിരിക്കുന്നത് ആ HTML ഇൻഡെക്സ് പേജിൽ, index.html പേജിൽ ഇതുപോലൊരു ഫീൽഡ് ഉണ്ടായിരിക്കും. img സ്പേസ് src എന്ന് പറയുന്ന സോഴ്സ് എന്ന് പറയുന്നത് logo/logo.gif. ഓക്കെ, സോ നമ്മൾ HTML ബ്രൗസറിനോട് പറയുകയാണ് ഈ ഫീൽഡിൽ, ഈ മാർക്കപ്പ് ലാംഗ്വേജിൽ ഈ പൊസിഷൻ എത്തുമ്പോൾ ഒരു ഇമേജ് കാണിക്കണം. ആ ഇമേജിന്റെ സോഴ്സ് എന്ന് പറയുന്നത് എന്താണോ നമ്മൾ വെബ് പേജ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്, google.com ആണ്, അതിന് റൂട്ട് എന്ന് പറയും. ആ റൂട്ടില് ലോഗോസ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഉണ്ട്. ആ ഫോൾഡറിൽ logo.gf എന്ന് പറയുന്ന ഒരു ഫയലുണ്ട്. ആ ഫയലിനെയാണ് ആ ഇമേജ് എന്ന് പറയുന്ന ലൊക്കേഷനിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത് എന്ന് മാർക്കപ്പ് ലാംഗ്വേജിന് പറയണം. ഓക്കെ, നൗ ആ ഇമേജിന് എത്ര സൈസിൽ നമ്മൾക്ക് കാണിക്കണം? You can pass the argument width is equal to, within the inverted commas, 384 pixel ആണ് അതിന്റെ dimension width, and height 121. You can modify it, means Google can modify that size. Okay, then border is equal to 0. ആ ഗൂഗിളിലെ ഇമേജിന് ശേഷം ഒരു ബോർഡർ ലൈൻ വേണോ? ബോർഡർ വേണ്ട എങ്കിൽ you can give it as 0. If you want to show within the border line, you can give that as 1, 2 or 3, whatever. Okay, then alt equal to Google.
Okay, alt means if this image is not able to retrieve, you can show a text over there, alternative. If the image is not available, an alternative text will be displayed over there. Okay, so this is what is HTML tag. So different tags are there, you need to study. So the source src attribute specifies the image location. Other attributes define as it is very clear: width, height, and alternative text. Okay. So the browser requests logo.gf. So this logo.gf will be requested by the browser. So നമ്മൾ google.com എന്ന് പറയുന്ന വെബ് പേജ് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ വെബ് പേജിലേക്ക് നമ്മൾ റിക്വസ്റ്റ് ബ്രൗസറിൽ നിന്ന് വെബ് സെർവറിലേക്ക് പോകും. സെർവർ റിട്ടേൺ കൊടുക്കുന്ന HTML ഡോട്ട് ഇൻഡെക്സ് ഡോട്ട് HTML ആണ്. ആ ഇൻഡെക്സ് ഡോട്ട് HTML ഉള്ള ഒരു കണ്ടന്റ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന SRC logos dot. So അതിന്റെ അകത്ത് ആ ഇമേജ് ഇല്ല. So while rendering that content, IMG എന്ന് പറയുന്ന ഫീൽഡ് കാണുമ്പോൾ ബ്രൗസറിന് മനസ്സിലാകും ഇമേജിനെ വീണ്ടും നമുക്ക് വെബ് സെർവറിലേക്ക് റിക്വസ്റ്റ് ചെയ്യണമെന്ന്. സോ ഇൻ റെസ്പോൺസ് വെബ് ബ്രൗസർ അതിനെ ഓട്ടോമാറ്റിക് നമ്മൾ അറിയാതെ തന്നെ അടുത്ത റിക്വസ്റ്റ് സെയിം വെബ് സെർവറിലേക്ക് അയക്കും, റിക്വസ്റ്റിംഗ് ദറ്റ് logo. So it will send this google.com/logos. സോ ലോഗോസ് എന്ന് പറയുന്നത് നമ്മൾ അവരെ ചെയ്തു വെച്ചിരിക്കുന്നതാണ്. ഗൂഗിളാണ് തീരുമാനിക്കുന്നത് ആ ഇമേജ് എവിടെ വെച്ചിരിക്കുന്നതെന്ന്. സോ ലോഗോസ് എന്ന് പറയുന്ന ഫോൾഡർ റിക്വസ്റ്റ് ചെയ്യും ടു ദ വെബ് സെർവർ. സോ വെബ് സെർവർ റിട്രീവ്സ് ലോഗോ. അത് ആ റിക്വസ്റ്റിന് റെസ്പോൺസ് ആയിട്ട് വെബ് സെർവർ logo.gf എന്ന് പറയുന്ന ഇമേജ് നമ്മളുടെ വെബ് ബ്രൗസറിലേക്ക് തിരിച്ച് റിട്ടേൺ അയക്കും. ഓക്കെ, സോ ദറ്റ് once after receiving this logo.gif, and it will go through that entire source code of index.html, വേറെ ഏതെങ്കിലും ഇമേജോ വീഡിയോ കണ്ടന്റോ ഉണ്ടെങ്കിൽ അതിന് ഓരോന്നിനെയും റിക്വസ്റ്റ് അയക്കും. അതിന്റെ റിക്വസ്റ്റ് എല്ലാം കളക്ട് ചെയ്യും. അതിനുശേഷം ഫുൾ പേജിനെ റെൻഡർ ചെയ്യും. ആഫ്റ്റർ ദെൻ വി ആർ ഏബിൾ ടു സീ ദ വെബ് പേജ് ഓഫ് ഗൂഗിൾ ലൈക്ക് ദിസ്. ഓക്കെ, സോ എങ്ങനെയാണ് ഒരു വെബ് പേജിനെ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നതും അതിനെ വെബ് ബ്രൗസർ റെൻഡർ ചെയ്ത് നമുക്ക് അതിനെ കാണിച്ചു തരുന്നത്. സോ റോൾ ഓഫ് വെബ് ബ്രൗസർ അറിയാവുന്നതാണ്. HTML, CSS സ്റ്റൈലിംഗ് ലാംഗ്വേജ് ആണ്. ജാവാസ്ക്രിപ്റ്റ് ഒരു ലൈവ് നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ച് വൈഡ് ഏരിയ. ജാവാസ്ക്രിപ്റ്റ് ഒക്കെ വളരെ സ്കോപ്പുള്ള ഒരു പ്രോഗ്രാമിംഗ് ടൂളാണ്. ഓക്കെ, ദെൻ ദാറ്റ് ഈസ് ജാവാസ്ക്രിപ്റ്റിനൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം വെബ് ബ്രൗസേഴ്സ്. HTML ലാംഗ്വേജിനെ റെൻഡർ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അഡീഷണൽ റിസോഴ്സിന് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇപ്പം നമ്മൾ കണ്ടതുപോലെ logo.gif index.html ഇല്ല. അത് ഇമേജ് കാണുമ്പോൾ വീണ്ടും അതിനെ റിക്വസ്റ്റ് ചെയ്യും. സോ വെബ് ബ്രൗസർ നമ്മളുടെ ലാംഗ്വേജ് ഡിസ്പ്ലേ റെൻഡർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ സോഴ്സിനെയും വീണ്ടും റിക്വസ്റ്റ് ചെയ്ത് വാങ്ങാൻ പറ്റുന്നതായിരിക്കണം നമ്മളുടെ ലാംഗ്വേജുകൾ. or browsers render the final web page layout based on the HTML data provided. Then local versus server based web content. Local web content and server based. Users can open an HTML file stored on their computer without a web server. Web server ഇല്ലാതെയും നമുക്ക് വെബ് പേജ് നമ്മളുടേതായ മെഷീനിൽ ലോക്കലി ഹോസ്റ്റ് ചെയ്ത് അതിനെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. സോ വെബ് ഡെവലപ്പേഴ്സ് ചെയ്യുന്ന ഒരു ടൂളാണ്, ഒരു മെത്തേഡാണ് ലോക്കൽ ഹോസ്റ്റിംഗ്. സോ ലോക്കൽ ഹോസ്റ്റ് എന്ന് പറയുന്ന ഒരു ലോക്കൽ ഹോസ്റ്റ് സ്ലാഷ് കണ്ടന്റ്. ഓക്കെ, സോ ഓരോ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ഈ ലോക്കൽ ഹോസ്റ്റിന് വേണ്ടിയിട്ട് ഒരു പെർട്ടിക്കുലർ IP അഡ്രസ് റിസർവ് ചെയ്തിട്ടുണ്ട്. 127.0.0.1 എന്ന് പറയുന്ന ഒരു അഡ്രസ്സാണ് മോസ്റ്റ് കോമൺ ആയിട്ട് കണ്ടുവരുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ലോക്കൽ ഹോസ്റ്റ് എന്ന് കൊടുത്താലും മതി. ദാറ്റ് ഈസ് അതർ എൻഡ്. നമ്മൾ അതൊന്നും ഡീറ്റെയിൽ നോക്കേണ്ട ആവശ്യമില്ല. സോ ലോക്കൽ വെബ് പേജ് യൂസേഴ്സ് ക്യാൻ ഓപ്പൺ HTML ഫയൽസ് ഓൺ ദെയർ കമ്പ്യൂട്ടർ. എൻ്റെ മെഷീനിൽ എൻ്റെ വെബ് പേജ് എൻ്റെ മെഷീനിൽ എനിക്ക് ആദ്യമേ ടെസ്റ്റിന് വേണ്ടിയിട്ട് ഹോസ്റ്റ് ചെയ്യാൻ പറ്റും. ദ ബ്രൗസർ ഫോളോസ് ദ സെയിം റെൻഡറിംഗ് പ്രോസസ്. എന്നിരുന്നാൽ പോലും ബ്രൗസർ നമ്മൾ ആ വെബ് ലോക്കലി ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന വെബ് പേജിനെ കാണുമ്പോഴും ഇതേ പ്രോസസ് തന്നെ ചെയ്യുന്നത്. അവിടുത്തെ അഡ്രസ്സ് എന്ന് പറയുന്നത് നമ്മുടെ മെഷീനിലെ ഒരു IP അഡ്രസ് ആയിരിക്കും. അതിന് ലോക്കൽ IP അഡ്രസ് എന്ന് പറയും. ആ ലോക്കൽ IP അഡ്രസ്സിലേക്ക് നമ്മളുടെ വെബ് പേജിലെ കോഡ് അനുസരിച്ച് റിക്വസ്റ്റ് ചെയ്യും, അതിന് റിപ്ലൈ കിട്ടും, അതിനെ ഹോസ്റ്റ് ചെയ്യും. സെർവർ ബേസ്ഡ് വെബ് കണ്ടന്റ്. വെബ് സെർവർ ഈസ് റിക്വയർഡ്. നമ്മൾ ആദ്യം കാണിച്ചിരിക്കുന്ന ഗൂഗിൾ അത് ലോക്കലി അല്ല, അത് വെബ് സെർവറിലാണ്, സെർവർ ബേസ്ഡ് ആണ്. ആ സെർവറിലാണ് ആ വെബ് പേജിന്റെ കണ്ടന്റ് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത്. സോ അറിയാവുന്നതാണ്.
Although it is possible to work on web development without a web server, having a hosting provider is important. So selecting a web hosting provider. So web page design HTML tool ഉപയോഗിച്ച് ഒരു വെബ് പേജ് നമ്മൾ ഡിസൈൻ ചെയ്തു, അതിനെ നമ്മൾ ലോക്കലി ഹോസ്റ്റ് ചെയ്തു, അതിൻ്റെ നെഗറ്റീവ്സും പോസിറ്റീവ്സും എല്ലാം മനസ്സിലാക്കി കറക്റ്റ് ചെയ്തു. After satisfactory performance, we need to host that website into some web server. Okay, so for that we have different hosting providers. Host ചെയ്യാനായിട്ട് ഡിഫറെൻറ്റ് പ്രൊവൈഡേഴ്സ് ഉണ്ട്. സോ എ ഹോസ്റ്റിംഗ് സർവീസ് ഈസ് ക്വിക്ക്, പെയിൻലെസ്, റിലേറ്റീവ് ഇൻഎക്സ്പെൻസീവ്. ഇതൊക്കെയാണ് അതിൻ്റെ നമ്മൾ ഹോസ്റ്റ് ചെയ്താലുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. മെനി ഹോസ്റ്റിംഗ് പ്രൊവൈഡേഴ്സ് ഓഫർ എ ഡൊമൈൻ നെയിം. സോ നമ്മളൊരു വെബ് പേജ് ഡിസൈൻ ചെയ്ത് തന്നെ ഹോസ്റ്റ് ചെയ്യാൻ നേരത്ത് നമ്മൾക്ക് നമ്മുടേതായ നെയിം റിക്വസ്റ്റ് ചെയ്യാം. ഇഫ് ദാറ്റ് നെയിം ഈസ് ഫ്രീ, they will allow that address to you. So for example, if you are starting a company, my electronics company, and you want to start a website stating that activities within your company, sales, details, etc. നമുക്ക് അത് കാണിക്കണം. So web page design ചെയ്യണം, അത് ഹോസ്റ്റ് ചെയ്യുന്ന പ്രൊവൈഡേഴ്സിലേക്ക് നമ്മൾ റിക്വസ്റ്റ് അയക്കും. Okay, these are my web page content, I want this domain address. If that domain address വേറെ ആരും അത് യൂസ് ചെയ്തിട്ടില്ല എങ്കിൽ they will allow that domain address. For example, Google എന്ന് പറയാൻ, it's a domain address. Google.com, it's a domain address. Nobody will get that same domain address. അത് ഓൾറെഡി അലോട്ട് ചെയ്തതുകൊണ്ട് നമുക്ക് അതങ്ങനെ കിട്ടില്ല. Okay, so many hosting providers offer a domain name plus a web hosting for an affordable price, often just slightly more than the cost of a web development book. Okay, that means to host a simple web page of yourself, 1,000 rupees a year will be enough. Okay, so we don't want to spend much more like 10,000 and all. 1,000 to 1,500 rupees ഉണ്ടെങ്കിൽ നമുക്ക് ഒരു വർഷത്തേക്ക് ഒരു വെബ് പേജിനെ നമുക്ക് ഫ്രീ അല്ല, വളരെ സിമ്പിൾ ആയിട്ട് വെബ് പേജിനെ ഹോസ്റ്റ് ചെയ്യാൻ പറ്റും. So web hosting provider online generates millions of results. നമ്മൾ കാണുമ്പോൾ കുറേ അഡ്വർടൈസ്മെന്റ് നമുക്ക് ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി. വെബ് ഹോസ്റ്റിംഗ് പ്രൊവൈഡേഴ്സ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓർഗാനിക് റിസൾട്ട് കിട്ടും, കുറേ അഡ്വർടൈസ്മെന്റ് കിട്ടും. ആ പോളിസി അനുസരിച്ച്, സെർച്ച് എഞ്ചിൻ പോളിസി അനുസരിച്ച് ആദ്യം കാണുന്ന അഡ്വർടൈസ്മെന്റ് ആയിരിക്കും, പിന്നീടായിരിക്കും നമ്മളുടെ ഓർഗാനിക് റിസൾട്ട് ഉണ്ടാവുക. ഓക്കെ, സോ ചൂസിങ് ദ റൈറ്റ് ഹോസ്റ്റിംഗ് പ്രൊവൈഡർ ക്യാൻ ബി നോക്കേണ്ട ആവശ്യമില്ല. സോ വെൻ സെലക്ടിങ് എ ഹോസ്റ്റിംഗ് പ്രൊവൈഡർ എന്തൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്? റിലയബിലിറ്റി ആൻഡ് സെർവർ അപ്പ് ടൈം ത്രൂ ഔട്ട് 24/7 ആ സെർവർ ആക്റ്റീവ് ആയിരിക്കണം. അവരുടെ സെർവർ തന്നെ ഡൗൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ആ സെർവർ ഡൗൺ ആയാൽ നമ്മുടെ വെബ്സൈറ്റും down ആവും. That's why sometimes while watching our UT University web page, we are not getting that response, HTTP response, bad request എന്നൊക്കെ പറയുന്നത് സെർവർ ഡൗൺ ആവുന്നതാണ്. Maybe it's because of that technical team is updating the website or the host provider അവരുടെ സെർവർ തന്നെ ഡൗൺ ആവുന്നതായിരിക്കാം. സോ മെനി റീസൺ വെബ് പേജ് ഡൗൺ ആകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ഡൗൺ ആകാനുള്ള പോസിബിലിറ്റി കുറവായിട്ടുള്ളതായിരിക്കണം നമ്മളുടെ വെബ് ഹോസ്റ്റിംഗ് പ്രൊവൈഡർ. നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റണം. ഓക്കെ, സോ എൻഷുർ ദാറ്റ് യുവർ വെബ്സൈറ്റ് ഈസ് കൺസിസ്റ്റന്റ്ലി ആക്സസിബിൾ ടു ദ വിസിറ്റേഴ്സ്. ലുക്ക് ഫോർ ഹൈ അപ് ടൈം ഗ്യാരണ്ടീസ് 99.9%. നമ്മൾ പ്രൊവൈഡേഴ്സ് കാണിക്കുമ്പോൾ അവർ അഡ്വർടൈസ്മെന്റ് ആയിട്ട് കാണിക്കും വി ആർ ആക്റ്റീവ് അപ് ടു 99.999%, അങ്ങനെയൊക്കെ പറയും. നമ്മൾക്ക് കസ്റ്റമർ സർവീസ് ഉള്ളതായിരിക്കണം, നോക്കേണ്ട ആവശ്യമില്ല. സെർവർ സ്പേസ്, നമ്മളുടെ വെബ് പേജിന് എല്ലാ കണ്ടന്റും സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് അവർ നമുക്ക് നൽകുന്നതായിരിക്കണം. അതിൽ ലിമിറ്റേഷൻ ഉണ്ടാകാൻ പാടില്ല. അതിൻ്റെ അകത്ത് നമ്മളുടെ വെബ് പേജിൻ്റെ ആയ ടെക്സ്റ്റ്, ഇമേജ്, ഓഡിയോ, വീഡിയോ, ബാക്കിയുള്ള മീഡിയാസ് എല്ലാം കാണിക്കാൻ പറ്റുന്നതായിരിക്കണം. Then bandwidth determines how much data can be transferred between the server and the visitors. ഒരു 100 ആൾ വിസിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഷുഡ് നോട്ട് ഗിവ് എ റെസ്പോൺസ്, ഓൾറെഡി വിസിറ്റഡ് 100 യൂസേഴ്സ്, നൗ വെയിറ്റ് ഫോർ സം ടൈം, അങ്ങനെയുള്ള ഒരു മെസ്സേജ് വരാൻ പാടില്ല. 100 വന്നാലും 1000 വന്നാലും 10,000 വന്നാലും ആ കണ്ടന്റ് ഡെലിവർ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം വെബ് ഹോസ്റ്റിംഗ് പ്രൊവൈഡർ. So ensure that the package provides enough bandwidth to handle high traffic, allow visitors to download files without extra cost. So traffic ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ വെബ് പേജ് ഒക്കെ എക്സാംസ് ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്തൊക്കെ നോക്കി കാണാം, ആസ് യൂഷ്വൽ ഇറ്റ് വിൽ ടേക്സ് ലോങ് ടൈം. സോ അത് ബാൻഡ് വിഡ്ത്തിൻ്റെ പ്രോബ്ലം കൊണ്ടാണ്. സോ ഹൈ ബാൻഡ് വിഡ്ത്ത് ഉള്ളതായിരിക്കണം. എത്ര റിക്വസ്റ്റ് വന്നാലും എല്ലാവർക്കും സർവീസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം വെബ് ഹോസ്റ്റ് പ്രൊവൈഡേഴ്സ് എന്ന് പറയുന്നത്. So domain name purchase and management. Some web hosting package include a free domain name. So others requires users to purchase and manage the domain separately. അറിയാവുന്നതാണ്, that's why I'm going. So domain name management involves
റിന്യൂവൽസ് ഇയർലി റിന്യൂവൽ ആയിരിക്കും. DNS settings, email configurations, they will provide email address on your domain name. For example, if you have a company, electronics company, then you will get an email like info at just for example info@electronicscompany.com എന്ന് പറയുന്ന ഒരു ഇമെയിൽ അഡ്രസ്സും നമുക്ക് വേണമെങ്കിൽ വിത്ത് പേയ്മെന്റ് we can purchase. Then price, web hosting price vary widely. ഓരോ കമ്പനീസും ഓരോ രീതിയിലായിരിക്കും കൊടുക്കുക. അതിൻ്റെ പെർഫോമൻസ് അനുസരിച്ച്, കസ്റ്റമർ സപ്പോർട്ട് അനുസരിച്ച്, അവരുടെ ഫീച്ചേഴ്സ് ഒക്കെ അനുസരിച്ചായിരിക്കും ഓരോരുത്തരും അവരുടെ പ്രൈസിങ് കൊടുക്കുക. So whatever be that features, maximum in dollar $70 to $100 നമ്മൾക്ക് ഒരു വെബ് പേജ് ഒരു വർഷത്തേക്ക് മാനേജ് ചെയ്യാൻ പറ്റും. സോ മോസ്റ്റ് വെബ് ഹോസ്റ്റിംഗ് സർവീസ് പ്രൊവൈഡ് കൺട്രോൾ പാനൽ. നമ്മൾ വെബ് പേജ് ഹോസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരു കൺട്രോൾ പാനൽ തരും. നമ്മളുടെ വെബ് പേജ് എങ്ങനെയാണ് നമ്മൾക്ക് സെറ്റ് ചെയ്യേണ്ടത്, ഓരോ ഫോൾഡർ, ഓരോ ഫോൾഡറിലെ ഓരോ ഇമേജ് എങ്ങനെയാണ് വെക്കേണ്ടത്, ആ ഇമേജിന്റെ അല്ലെങ്കിൽ നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്ന അനുസരിച്ചാണ് ആ വെബ് പേജിന്റെ കോഡ് നമ്മൾ എഴുതുക. ഫോർ എക്സാമ്പിൾ ഗൂഗിളിന്റെ ലോഗോ വെച്ചിരിക്കുന്നത് അതിന്റെ index.html ലോഗോസ് എന്ന് പറയുന്ന ഫോൾഡറിലാണ്. സോ അതുകൊണ്ടാണ് ഇമേജ് സോഴ്സിന് ശേഷം അവർ ആ കോഡ് അവിടെ എഴുതി വെക്കാൻ കാരണം. സോ ഫോട്ടോസിനെയും വീഡിയോസിനെയും ഒക്കെ നമ്മൾ കമ്പ്യൂട്ടറിൽ നമ്മളുടെ ഫോൾഡർ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെയാണ് ഡേറ്റ ഓർഗനൈസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ വെബ് കണ്ടന്റ് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെബ് പ്രൊവൈഡേഴ്സ് നമുക്കൊരു കൺട്രോൾ പാനൽ കൂടി തരും. So importance of testing. Then testing with the multiple web browsers. So web page നമ്മൾ HTML page, HTML tags എല്ലാം യൂസ് ചെയ്ത് ഒരു വെബ് പേജ് ഡിസൈൻ ചെയ്തു. Then we will host that web page locally. ലോക്കൽ ഹോസ്റ്റ് ഒരു സെൽഫ് ഹോസ്റ്റ് ഉപയോഗിച്ച് നമ്മൾ ഹോസ്റ്റ് ചെയ്യും. അതിൻ്റെ ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് എല്ലാം നമ്മൾ റൺ ചെയ്യും. സോ നമ്മളുടേതായ ബ്രൗസറിൽ, സോ ഫോർ എക്സാമ്പിൾ മൈ മെഷീൻ ഈസ് ഹാവിങ് ക്രോം ആസ് എ ഇന്റർനെറ്റ് ബ്രൗസർ. സോ ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ക്രോമിലുള്ള എല്ലാ ഫീച്ചേഴ്സും ഞാൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. സ്റ്റിൽ ഡിഫറെൻറ്റ് യൂസേഴ്സ് വിൽ ബി യൂസിങ് ഡിഫറെൻറ്റ് ബ്രൗസേഴ്സ്. ഓക്കെ, സോ ഓരോ ബ്രൗസേഴ്സിലും ഒരു വെബ് പേജ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഓക്കെ, സോ നമ്മൾ ക്രോമിൽ അത് ഫൈൻ ആണെങ്കിലും സോ ഇന്റർനെറ്റ് എക്സ്പ്ലോറർ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ചില പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. സോ അത് യൂസറിൽ നിന്ന് ഫീഡ്ബാക്ക് കിട്ടുന്നതിന് മുൻപ് വെബ് ഹോസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ വെബ് ഡെവലപ്പിംഗ് ടീംസ് ഡിഫറെൻറ്റ് ബ്രൗസറിൽ നമ്മൾ അതിനെ ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഇതെല്ലാം ഞാൻ പറയാൻ കാരണം ഇറ്റ് ഈസ് ഇൻ ദ സിലബസ്. സോ ഫാക്ടേഴ്സ് ദാറ്റ് വേരി അമംഗ് യൂസേഴ്സ്, ഡിവൈസ് ടൈപ്പ്, ചിലർ ലാപ്ടോപ്പിലെടുക്കും, ചിലർ മൊബൈലിലെടുക്കും, ചിലർ ഡിഫറെൻറ്റ് ടാബ്ലറ്റ്സിലെടുക്കും. ഓരോന്നിനും ഓരോ സൈസ് ആയിരിക്കും, ഓരോന്നിൻ്റെയും റെസൊല്യൂഷൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. സോ യൂസേഴ്സ് എക്സ്പീരിയൻസ് വിൽ ബി different. Screen resolution, browser type, Chrome, Safari, Firefox, etc. Then browser window size, internet connection speed, അതൊക്കെ ഓരോന്നിനും ഓരോ രീതിയിലായിരിക്കും. So we have not control over the visitors setup. നമ്മൾക്ക് യൂസറിനോട് പറയാൻ പറ്റില്ല ഈ വെബ് ബ്രൗസർ എടുക്കണം, ഈ റെസൊല്യൂഷൻ വേണം എന്ന് പറയാൻ പറ്റില്ല. ഹി വിൽ ഓപ്പൺ ദറ്റ് വെബ് പേജ് വിത്ത് ഹിസ് ഓൺ സെറ്റിംഗ്സ്. ഓക്കെ, സോ ഒരു വെബ് പേജ് ബ്രൗസർ ക്രോം ബ്രൗസർ ആണ് എങ്കിലും ദാറ്റ് ക്രോം ബ്രൗസർ ഇറ്റ് സെൽഫ് ഈസ് ഹാവിംഗ് ഡിഫറെൻറ്റ് സെറ്റിംഗ്സ്. സോ ഡിഫറെൻറ്റ് യൂസേഴ്സ് ഡിഫറെൻറ്റ് സെറ്റിംഗ്സിലായിരിക്കും സെയിം വെബ് പേജിനെ ഓപ്പൺ ചെയ്യുന്നത്. സോ ഒരു ക്രോമിലെ നല്ല സൂപ്പറായിട്ട് കാണിക്കുന്ന ഒരു വെബ് പേജ് വേറൊരാളുടെ സെയിം ക്രോം ബ്രൗസറിൽ കാണുക വേറെ രീതിയിലായിരിക്കും. ബിക്കോസ് ഡാറ്റയുടെ യൂട്ടിലൈസേഷൻ അതൊക്കെ ഡിഫറെൻറ്റ് സെറ്റിംഗ്സ് നമുക്കറിയാം. നമ്മൾ ബ്രൗസറിൻ്റെ ഒക്കെ സെറ്റിംഗ്സിൽ ഉപയോഗിച്ചിട്ട് പലതും ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ വൈ ബ്രൗസർ കോമ്പാറ്റിബിലിറ്റി, എന്തിനാണ് നമ്മൾ ബ്രൗസർ കോമ്പാറ്റിബിലിറ്റി ടെസ്റ്റ് ചെയ്യുന്നതെന്ന് വളരെ അറിയാവുന്നതാണ്. ഡിഫറൻസ് ഇഷ്യൂസ് ഉണ്ടായിരിക്കും. ബ്രൗസർ റെൻഡറിങ് എഞ്ചിൻസ് ഡിഫറെൻറ്റ് സെറ്റിംഗ്സ് അനുസരിച്ച്, യൂസർ സയൻസ് റെസൊല്യൂഷൻ അനുസരിച്ച് പഠിച്ചോളാം. യൂസേഴ്സ് ഡിഫറെൻറ്റ് ബ്രൗസർ വേർഷൻസ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. ദെൻ ഡിഫറെൻറ്റ് ബ്രൗസേഴ്സ് നമുക്ക് അറിയാവുന്നതാണ്. ആപ്പിൾ സഫാരി, then Google Chrome, Mozilla Firefox, Microsoft Edge, Opera, lot more are there. Okay, these are all internet or browsing softwares you can experience on Linux, Android, Windows, Mac OS, എല്ലാ ലാംഗ്വേജിലും എല്ലാ OS-ലും സപ്പോർട്ട് ചെയ്യുന്ന ഡിഫറെൻറ്റ് പോപ്പുലർ ആയിട്ടുള്ള ബ്രൗസറാണ്. സോ ഇതിലെല്ലാം നമ്മൾ നമ്മുടെ ബ്രൗസേഴ്സ് സെറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, എങ്ങനെയാണ് സെറ്റിംഗ് അപ്പ് എ ടെസ്റ്റിംഗ് എൻവയോൺമെന്റ്, ഒരു വെബ് പേജ് ഡിസൈൻ ചെയ്തതിന് ശേഷം എങ്ങനെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്.
സോ ഇൻ വെബ് ക്രോം വെബ് ബ്രൗസറിലാണ് നമ്മൾ വെബ് പേജ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ റൈറ്റ് സൈഡിൽ കോർണറിലുള്ള 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡെവലപ്പർ ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതായിരിക്കും. ഏത് വെബ് പേജ് ഓപ്പൺ ചെയ്താൽ നമുക്ക് അത് കാണാൻ പറ്റും. സോ ഒരു വെബ് പേജ് ഓപ്പൺ ചെയ്തതിനു ശേഷം 3 ഡോട്ട്സിലേക്ക് ക്ലിക്ക് ചെയ്ത് ഏറ്റവും താഴെയുള്ള ഡെവലപ്പർ ഓപ്ഷൻ എടുക്കുമ്പോൾ റൈറ്റ് സൈഡിൽ ഒരു പുതിയ പെയിൻ വരും. ആ പെയിനിൽ ആ വെബ് പേജിൽ എന്തെല്ലാം കാണിക്കുന്നുണ്ടോ ആ വെബ് പേജിലെ ഓരോ സോഴ്സിനും കറസ്പോണ്ടിങ് ആയ എന്തെല്ലാം ആക്ടിവിറ്റീസ് ആണ് നടക്കുന്നത്, ഓരോ ആക്ടിവിറ്റീസിന്റെയും ടൈമിങ്ങും എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസും ഡേറ്റ വരുന്നതും ഡേറ്റ പോകുന്നതും എറേഴ്സും എല്ലാം അവിടെ നമുക്ക് കാണിക്കും. സോ ഏതെങ്കിലും എറർ ഉണ്ടെങ്കിൽ അത് അവിടെ എററായിട്ട് കാണിക്കും. അത് നമ്മൾ ഉദ്ദേശിച്ചതുപോലെ കോഡ് വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് കോഡിനെ പോയി എഡിറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, സോ അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. എനിവേ, സോ വി നീഡ് ടു ടെസ്റ്റ് വിത്ത് മൾട്ടിപ്പിൾ വെബ് ബ്രൗസേഴ്സ്. ഹൗ ടു ക്രിയേറ്റ് എ സിമ്പിൾ HTML ഫയൽ. എങ്ങനെയാണ് ഒരു HTML ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നതുള്ളതാണ്. ഓക്കെ, സോ ഒരു സിമ്പിൾ വെബ് പേജിന്റെ കണ്ടന്റ് ആണ് HTML കോഡ് എഴുതുന്നത് ഇങ്ങനെയാണ്. സോ ഫസ്റ്റ് ലൈൻ സ്റ്റാർട്ട് വിത്ത് doc type HTML. Okay, exclamatory mark, doc type HTML. This first line is mandatory. Okay, then next line must be within that angle bracket HTML. So every tag opening in the web or HTML markup language should be closed. Okay, so opening is without a slash, closing is with the slash. So modern web HTML editing tool, it will open and close that tags instantly. Means once you type HTML that and then press enter, automatically slash HTML field will, then everything should be written within that starting HTML and closing HTML. So there is a start HTML tag. So everything, anything in the within these angle brackets are called HTML tags. So first tag is HTML, saying that the browser that the data returning inside that is following the rules of HTML. HTML or HTML ന്റെ റൂൾസ് ഉപയോഗിച്ചിട്ടുള്ള മാർക്കപ്പ് ലാംഗ്വേജിലാണ് ഇതിന് ശേഷം വരുന്ന കംപ്ലീറ്റ് ഡേറ്റയും എന്ന് ബ്രൗസറിനോട് പറയുന്നതാണ് HTML ടാഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദെൻ മസ്റ്റ് റൈറ്റ് there are mandatory fields. First field is head and head is closed. Okay, then there is a title field and title is closed. Then the title you can give hello world. Okay, so this hello world that shows on the top of the browser on the title side, what is that web page. For example, if you open a web page of your US company electronics.com, then that മോളിൽ കാണുന്ന ജിമെയിൽ ആണെങ്കിൽ മുകളിൽ നമുക്ക് ജിമെയിൽ എന്ന് പറയുന്ന ഒരു ഇത് കാണാൻ പറ്റും. സോ ആ ബ്രൗസറിന്റെ ക്ലോസിന്റെ മിനിമൈസറിന്റെ ഇങ്ങേ എൻഡിൽ എന്താണ് ആ വെബ് പേജ് എന്ന് കാണിക്കുന്ന ആ കണ്ടന്റ് ആണ് ഈ ടൈറ്റിൽ ഫീൽഡിൽ നമ്മൾ അവിടെ കൊടുക്കുക. ഓക്കെ, ദെൻ ഹെഡ് ഈസ് ക്ലോസ്ഡ്. സോ ഹെഡിന്റെ അകത്ത് ടൈറ്റില്, ദെൻ ഹെഡ് ക്ലോസ് ചെയ്തു. ആഫ്റ്റർ ദെൻ ബോഡി, ആ ബോഡിയാണ് ക്ലോസ് മിനിമൈസ് ബട്ടണിന് ശേഷമുള്ള ആ വെബ് പേജിന്റെ കണ്ടന്റ് എന്താണ് കാണിക്കുന്നത്, അതിന്റെ ബോഡിയാണ്. സോ എ ബോഡി ഈസ് സ്റ്റാർട്ടഡ് ആൻഡ് എ ബോഡി ഈസ് ക്ലോസ്ഡ്. Okay, and within the body there is one h1 tag. H means header tag. Then the style, text align, sender. അത് അടുത്ത ലൈനിൽ ഒരു ടെക്സ്റ്റിനെ നമുക്ക് പ്ലേസ് ചെയ്യണം, അത് സെൻഡർ അലൈൻഡ് ആയിരിക്കണം. ഓക്കെ, ദെൻ ക്ലോസ് ദാറ്റ് ടാഗ്. ദെൻ ദാറ്റ് എന്താണ് അവിടെ ഡിസ്പ്ലേ ചെയ്യേണ്ടത്, ഹലോ വേൾഡ്. ദെൻ BR മീൻസ് ന്യൂ ലൈൻ ക്യാരക്ടർ. ദെൻ ഇൻ ദ ഫസ്റ്റ് ന്യൂ ലൈനിൽ പുതിയൊരു ടെക്സ്റ്റ്, വെൽക്കം ടു മൈ വെബ് സെർവർ. ദെൻ ക്ലോസ് ദാറ്റ് ഹെഡർ. സോ ഹെഡർ 1 ആൻഡ് ഹെഡർ ക്ലോസ്ഡ്. ഓക്കെ, ദെൻ സ്റ്റൈൽ, ഹെഡറിന്റെ അകത്ത് സ്റ്റൈലും അതിന്റെ അലൈൻമെന്റ് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ദെൻ ദാറ്റ് കണ്ടന്റ്, വെബ് പേജിന്റെ കണ്ടന്റ് കൊടുത്തു. പുതിയ ലൈൻ വേണം, പുതിയ ലൈനിന് സെക്കൻഡ് ലൈനിൽ പുതിയൊരു ലൈൻ നമ്മൾ പ്രിന്റ് ചെയ്തു. ദെൻ നമ്മൾ ഹെഡർ ടാഗ് അവിടെ ക്ലോസ് ചെയ്തു. ദെൻ ബോഡി ക്ലോസ് ചെയ്തു, HTML ക്ലോസ് ചെയ്തു. സോ ദിസ് ഈസ് അബൌട്ട് എ സിമ്പിൾ വെബ് പേജ്. ഓക്കെ, സോ ഹൗ ടു റൈറ്റ് ദ വെബ് പേജ് ഓഫ് യുവർ സെൽഫ് ഈസ്, do not use any word processing tools like Microsoft Word or some അങ്ങനത്തെ ടൂൾസ് ഒന്നും ആവശ്യമില്ല. ദാറ്റ് വെബ് പേജ് ഡിസൈൻ ചെയ്യുന്ന പേജസ് എല്ലാം പ്ലെയിൻ ടൂൾസ് ആയിരിക്കണം, പ്ലെയിൻ ലാംഗ്വേജ് ടൂൾസ് ആയിരിക്കണം. ദാറ്റ് മീൻസ് അവർ നോട്ട് പാഡ് ലൈക്ക് ടൂൾസ് ആയിരിക്കണം. അവിടെ ഫോർമാറ്റിങ്ങോ കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ടൈപ്പിംഗ് ദ ടെക്സ്റ്റ്. ന്യൂ ലൈൻ മാത്രമേ അവിടെ കൊടുക്കാൻ പറ്റുള്ളൂ. അലൈൻമെന്റോ കാര്യങ്ങളൊന്നും അവിടെ കൊടുക്കാൻ പറ്റില്ല. അലൈൻമെന്റ് ഈസ് ത്രൂ കോഡ്. സോ നമ്മൾ സെൻട്രൽ അലൈൻമെന്റ്, ലെഫ്റ്റ് അലൈൻ, റൈറ്റ് അലൈൻ, അതെല്ലാം അതിന്റെ HTML കോഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അല്ലാതെ പേജിനെ നമ്മൾ ഒന്നും ഫോർമാറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ,
So how to start that web page? എങ്ങനെയാണ് കോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ you can start with a new text document. Okay, so that text document is started with a site dot change that txt extension with html or htm. Okay, so warning will come. So that web page first step is starting a or creating a file with the extension .html. Then open with the, I told you, do not use any formatting applications, modern applications only use here. It should be through the notepad. Okay, so open it. Okay, then I have that content here. നമ്മളവിടെ കണ്ടത് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. Then I paste over here document type html. Okay, html is open, that is closed, head closed, title hello world, that will appear on web page over here. Then the body is white field, file edit in ശേഷമുള്ള ഫീൽഡ് വരുന്നതാണ് ബോഡിയിൽ ഒരു ഹെഡിങ്ങിൽ ഫസ്റ്റ് ലൈനിൽ അലൈൻമെന്റ് ടെക്സ്റ്റ് അലൈൻമെന്റ് സെന്റർ ആയിരിക്കണം. അവിടെ നമുക്ക് ഹലോ വേൾഡ് എന്ന് പ്രിന്റ് ചെയ്യണം. ദെൻ പുതിയൊരു ലൈൻ, അതാണ് BR എന്ന് പറയുന്നത്. ദെൻ വെൽക്കം ടു മൈ വെബ് പേജ്. ഓക്കെ, ദെൻ വി വിൽ സേവ് ദാറ്റ് ഫയൽ. After saving, just double click, your default browser will open that web page. Okay, so we have written over there hello world first line, second line welcome to my web browser. So ഇതാണ് ഒരു HTML ടാഗ് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ പേജ് ഡിസൈൻ ചെയ്യും. സോ ദാറ്റ് ടൈറ്റിൽ എന്ന് പറയുന്നത് ഹലോ വേൾഡ്, നമ്മൾ കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ എന്ന് പറയുന്ന കണ്ടന്റ് ഹലോ വേൾഡ്. Okay, if I am saving and displaying that page again, anyway, so that is about how to start with a simple HTML page. സോ എന്തൊക്കെയാണ് കണ്ടന്റ് എന്നുള്ളത് ഞാൻ ഓൾറെഡി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എന്താണ് അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. BR എന്ന് പറയുന്നത് ലൈൻ ബ്രേക്ക്, ന്യൂ ലൈൻ. സ്റ്റെപ്പ് ടു ക്രിയേറ്റ് ദ ഫയൽ ഓൾറെഡി എക്സ്പ്ലെയിൻഡ്. വിൻഡോസിലെ നോട്ട് പാഡ്, മാക്കിലാണെങ്കിൽ ടെക്സ്റ്റ് എഡിറ്റ്, ലിനക്സിലാണെങ്കിൽ GEdit, നാനോ, വിം നമ്മൾ കണ്ടിട്ടുണ്ട്. നാനോ നമ്മൾ കൊടുത്തിട്ടുണ്ട്. GEdit അത് വേറൊരു ടൂളാണ്. ഇതെല്ലാം ഫയൽസ് എഡിറ്റ് ചെയ്യാനുള്ള ലിനക്സിലെ ടൂൾസ് ആണ്. ദെൻ ക്ലോസ് പ്ലാറ്റ്ഫോം, VS കോഡ് ഒക്കെ ആവശ്യമില്ല. Do not use a WordPad or Microsoft Word or any word processor. ഒന്നും പറ്റില്ല. HTML കോഡ് നമ്മൾ സേവ് ചെയ്യുക. ഫയൽ നെയിം എക്സ്റ്റൻഷൻ HTML or HTM ആയിരിക്കണം. Then open that file on their web browser. HTML file extension, HTML extension tells that both browser server and browser that the file contain HTML content. HTML ആണ്, HTML മാർക്കപ്പ് ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എഴുതിയിരിക്കുന്നതെന്ന് ബ്രൗസറിനെയും വെബ് സെർവറിനെയും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് എക്സ്റ്റൻഷൻ .html വെക്കാൻ. കാരണം when a browser opens the file, it returns the content visually and instead of showing the raw code. So നമ്മളുടെ അതിലെ കണ്ടന്റ് നമ്മൾ എക്സ്ക്ലമേറ്ററി മാർക്ക് ഡോക്യുമെന്റ് HTML ടാഗ് ഹെഡ് ഹോട്ട് അങ്ങനെയൊക്കെ എഴുതിയിരിക്കുന്നത് അങ്ങനെ കാണുന്നതിന് പകരം അതിന് റെൻഡർ ചെയ്ത ഡിസ്പ്ലേ ആയിരിക്കും നമുക്ക് കാണാൻ പറ്റും. So after then we need to upload that web page into the web server. Then the web server നിന്ന് ഡാറ്റ വരുന്ന പുതിയൊരു ലാംഗ്വേജ് അല്ലെങ്കിൽ ട്രാൻസ്ഫർ മെത്തേഡ് ആണ് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ, FTP എന്ന് പറയും. സോ FTPയിലെ നമ്മൾ വെബ് ഹോസ്റ്റ് ചെയ്യാൻ നേരത്ത് അവർ നമുക്ക് ഡൊമൈൻ അഡ്രസ്സ് തരും, അവിടേക്ക് ആക്സസ് ചെയ്യാനുള്ള യൂസർ നെയിം തരും, അതിൻ്റെ പാസ്വേഡ് തരും. ഇതൊക്കെ അറിഞ്ഞിരുന്നാൽ മതി. FTPയിലെ ഡിഫറെൻറ്റ് FTPയിലെ പ്ലാറ്റ്ഫോംസ് ആണ്. ക്ലാസിക് FTP വിൻഡോസിൽ, സൈബർടെക്, മാക്, ഫെച്ച്, ഫയൽസില്ല, ഫയൽ FTP, ഇതെല്ലാം ഡിഫറെൻറ്റ് what you called FTP protocols ആണ്. Then FTP client ഉപയോഗിച്ച് വളരെ അറിയാവുന്ന കാര്യങ്ങളാണ്. FTP program, connect buttons ഉണ്ടായിരിക്കും, site label, FTP server, username and password, okay to send and connect, navigate to FTP interface. നമ്മൾ ആദ്യം പറഞ്ഞതിന്റെ എക്സാമ്പിൾ ആണ്. നിങ്ങൾക്ക് ഒരു വെബ് പേജ് ഹോസ്റ്റ് ചെയ്യണമെങ്കിൽ പ്രോസസ് ചെയ്യേണ്ട ഒരു മെത്തേഡാണ്. ഓരോ പ്രൊവൈഡേഴ്സിനും ഓരോ രീതിയിലായിരിക്കും. ക്ലാസിക് FTPയുടെ പ്രൊസീജിയറാണ് ഇവിടെ ജസ്റ്റ് വെച്ചിരിക്കുന്നത്. ആദ്യത്തേതിൽ അവരിലേക്ക് നമ്മൾക്ക് റിക്വസ്റ്റ് ചെയ്ത് അവരിൽ നിന്ന് അല്ലെങ്കിൽ പർച്ചേസ് ചെയ്ത് യൂസർ നെയിം പാസ്വേഡ് കാര്യങ്ങളെല്ലാം കിട്ടിയതിന് ശേഷം
നമുക്ക് ഒരു കൺട്രോൾ പാനൽ ഉണ്ടായിരിക്കും. ആ FTP ഇന്റർപ്രൈസിലേക്ക് നമുക്ക് നാവിഗേറ്റ് ചെയ്യാൻ പറ്റും. അവിടേക്ക് നമ്മൾ ലോക്കൽ ഫയൽസിൽ നമ്മുടെ വെബ് പേജിൽ എന്തെല്ലാം കണ്ടന്റ് ഉണ്ട്, ഇമേജ് എത്രയൊക്കെയുണ്ട്, ഓഡിയോ എത്രയുണ്ട്, വീഡിയോ എത്രയുണ്ട്, അതെല്ലാം അവിടെ നമുക്ക് വെബ് പേജ് നമ്മൾ കമ്പ്യൂട്ടറിൽ നമ്മൾ ഡാറ്റ എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യുന്നത് അതേപോലെയൊക്കെ ചെയ്യാൻ പറ്റും. ദെൻ വെബ് സെർവർ ഫയൽസ് എല്ലാം നമുക്ക് അവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. then you can access the document content. ഓക്കെ, ഇതെല്ലാം ഞാൻ സ്പീഡിൽ പോകുന്നുണ്ടെങ്കിലും ദീസ് ടേംസ് ആർ ദെയർ ഇൻ യുവർ ലെസൺ പ്ലാൻ. ഓക്കെ, യു നീഡ് ടു സ്റ്റഡി. സോ HTML പേജ് വന്നു, അതിനെ ഹോസ്റ്റ് ചെയ്തു, കണ്ടു, കാര്യങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്തു. വായിച്ച സിമ്പിളായിട്ട് മനസ്സിലാകും. ഓരോ ലാംഗ്വേജിൽ ഓരോ ടൂൾസിൽ നമ്മൾ അത് ടെസ്റ്റ് ചെയ്യണം. ദെൻ പബ്ലിഷിംഗ് ദ കണ്ടന്റ് ഓൺലൈൻ. ഓൺലൈൻ അല്ലാതെയും നമ്മളുടെ കമ്പനിയുടെ വെബ് പേജ് നമ്മൾക്ക് കസ്റ്റമേഴ്സിന് ഷെയർ ചെയ്യാൻ പറ്റും ഇൻ ദ ഫോം ഓഫ് CD-ROMs, DVD-ROMs ആൻഡ് USB ഡ്രൈവ്സ്. എവിടെയാണെങ്കിലും ഇത് HTML മാർക്കപ്പ് ലാംഗ്വേജ് ഉപയോഗിച്ച് റെൻഡർ ചെയ്താണ് കാണിക്കുക. സോ ഹോസ്റ്റ് ചെയ്ത മെത്തേഡ് ആണെങ്കിലും നമ്മൾ വെബ് പേജിനെ നമ്മളുടേതായ രീതിയിൽ CD-ROMsൽ ഹോസ്റ്റ് ചെയ്യുന്നതാണെങ്കിലും HTML ടാഗ്സ് ഉപയോഗിച്ചിട്ട് വേണം കോഡ് എഴുതാനായിട്ട്. ലോക്കൽ സൈറ്റ് സ്ട്രക്ചർ ചെയ്യണം. ഡിഫറെൻറ്റ് HTML എക്സ്റ്റൻഷൻ HTML കൊടുക്കാം. ദെൻ നമ്മൾ കണ്ടന്റ് അറേഞ്ച് ചെയ്യാം, ഇമേജ് കൊടുക്കാം. CSS എന്ന് പറയുന്ന സ്റ്റൈലിംഗ് ലാംഗ്വേജസ് ആണ്. സ്റ്റൈല് ഡിഫറെൻറ്റ് ബ്ലിങ്ക് ചെയ്യുന്ന എഫക്റ്റ്, സ്ക്രോൾ ചെയ്യുന്ന എഫക്ട്സ്, ആനിമേഷൻസ്, അതൊക്കെ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൂളാണ് CSS എന്ന് പറയുന്നത്. JavaScript എന്ന് പറയുന്ന ബെറ്റർ എക്സാമ്പിൾ ഈസ് ലൈവ് നോട്ടിഫിക്കേഷൻസ് ഒക്കെ നമുക്ക് കാണാം. സ്റ്റോക്ക് മാർക്കറ്റിംഗ് സൈറ്റ്സിലൊക്കെ നമ്മൾക്ക് ലൈവായിട്ടുള്ള സ്റ്റോക്ക് വാല്യൂസ് നമ്മൾ വെബ് പേജ് റിഫ്രഷ് ചെയ്യാതെ അവിടുത്തെ കണ്ടന്റ് നിങ്ങനെ മാറുന്ന കാണാൻ പറ്റും. ദാറ്റ് ഈസ് ദ ബ്യൂട്ടി ഓഫ് JavaScript. HTML ബ്രൗസറിനൊന്നും അത് ചെയ്യാൻ പറ്റില്ല, JavaScript തന്നെ വേണം. സോ JavaScript സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കണം വെബ് ബ്രൗസേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഷെയർ ചെയ്യുന്നതിൽ വേണമെങ്കിൽ സപ്പോർട്ടിംഗ് ബ്രൗസർ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും, നമുക്ക് ഏറ്റവും നല്ല ബ്രൗസർ ഏതാണെന്ന്. സോ നമ്മുടെ കമ്പനിക്ക് വെബ്സൈറ്റ് ഇല്ല. സോ നമുക്ക് ഒരു CD-ROMൽ നമ്മൾ വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ട് അത് കസ്റ്റമേഴ്സിന് കൊടുക്കാം. അതിൻ്റെ അകത്ത് ഏത് ബ്രൗസർ യൂസ് ചെയ്യുന്നത് കൊടുക്കാം. സോ ദേ ക്യാൻ യൂസ് ദാറ്റ് CD ഫോർ എക്സ്പ്ലോറിംഗ് ദ വെബ്സൈറ്റ്സ് ഇൻസ്റ്റെഡ് ഓഫ് പോസ്റ്റിംഗ് ഇറ്റ് ഇൻ ദ ആൻഡ് പബ്ലിഷിംഗ് കണ്ടന്റ് ഓൺ എ ബ്ലോഗ്. ഇതൊക്കെ പണ്ട് ഉള്ളതാണ് ബ്ലോഗ്. ഇന്നൊന്നും ആരും ബ്ലോഗ് എഴുതി എന്നാലും നമ്മൾ ഫെമിലിയർ ആണ്. ബ്ലോഗ് എഴുതി പിന്നെ കുറെ പ്രോബ്ലംസ് അല്ലെ ക്രിയേറ്റ് ചെയ്തു. മോഹൻലാലൊക്കെ സ്ഥിരം ബ്ലോഗ് എഴുതായിരുന്നു. സോ ബ്ലോഗ് ഗൂഗിളിൻ്റെ ഇതാണ്. വേർഡ് പ്രസ്, മീഡിയം, ഡിഫറെൻറ്റ് സോഴ്സ് ഉണ്ട്. അവിടെ എല്ലാം നമ്മൾ യൂസ് ചെയ്യേണ്ട സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് HTML ആയിരുന്നു. ഓക്കെ.